ഇക്കുറി തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ നേതാവ് ആരാണ് കേരളത്തിൽ? ഉത്തരം ഒന്നേയുള്ളൂ, കെ സുധാകരൻ. കെ സുധാകരൻ എം പി മനസ്സ് തുറക്കുകയാണ്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഞാൻ കെ എസിൻ്റെ മുഖത്തെക്കുറിച്ചാണ് ആദ്യം ചോദിക്കുന്നത്. താങ്കൾ ഇപ്പോഴും കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര ശാന്തനാണ്. എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇത് സാധിക്കുന്നത്? പ്രശ്നത്തെക്കുറിച്ചുള്ളൊരു മനക്കരുത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അസ്തിത്വം. ഒന്നിൻ്റെ മുമ്പിലും വറിയിടാകാറില്ല, ഒന്നിൻ്റെ മുമ്പിലും തീഷ്ണമായ ചിന്തയും ഉണ്ടാകാറില്ല. സമാധാനപരമായി ഒരു വിഷയത്തെ നോക്കാനും വിലയിരുത്താനും അതിനനുസരിച്ച് അതിന് മറുപടി കൊടുക്കാനും അതിന് ഉത്തരം പറയാനും ഒക്കെ സാധിക്കുന്ന ഒരു മനസ്സാന്നിധ്യം എൻ്റെ പൊതു സ്വത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ഭയപ്പാടും ആശങ്കയുമില്ല. ആരുടെ മുമ്പിലും കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്കൊരു വേവലാതിയില്ല. എല്ലാ പ്രശ്നങ്ങളും സമാധാനത്തോടെ ആലോചിച്ച് അതിന് മറുപടി പറയുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. പക്ഷേ സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും റിസ്ക് എടുത്ത് പ്രവർത്തിച്ച നേതാക്കളിൽ ഒരാളാണ് താങ്കൾ. കോൺഗ്രസിലായാലും മറ്റു പാർട്ടികളിലായാലും നമ്മൾ കേരളത്തിലെ നേതാക്കളെ ഒരു എണ്ണിയെടുത്താൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത, ജീവന് പോലും റിസ്ക് എടുത്ത ഒരു നേതാവാണ്. അങ്ങനെയുള്ളൊരു നേതാവിന് സ്വന്തം പാർട്ടിയിൽ നിന്നും ഒരു വലിയ പ്രതിസന്ധി വരുന്നു. ഒരു ഒറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ തന്നെ കേൾക്കാൻ നിൽക്കാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾക്ക് വിസിബിലിറ്റി നൽകാത്തൊരു സാഹചര്യം, അത് വരുമ്പോൾ മാനസികമായി പതറിപ്പോകില്ലേ? പതറിപ്പോവുകയല്ല വേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വഴിതെറ്റി നേർവഴിക്ക് വരാനുള്ള മാർഗം എന്ത് എന്നാലോചിച്ച് അവിടത്തേക്ക് എത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അത് കണ്ട് വേവലാതി കൊട്ടാൽ അത് പിന്നെ തീർന്നു. എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഒരു സമർത്ഥമായ ചിന്ത തെറ്റിയാൽ പിന്നെ നമ്മളെല്ലാം ചെതറി. അവിടെ നമ്മൾ സമചിത്തതയോടുകൂടി ആ വിഷയത്തെ നമ്മൾ അപഗ്രഥനം ചെയ്ത് അതിൻ്റെ അകത്ത് പോരായ്മകളുണ്ടെങ്കിൽ പോരായ്മകൾ അത് തിരുത്തി നമ്മളതിന് സാവകാശം പോവുക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.